ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ടോപ്പിക്കും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിസർവേറ്റീവായി ഉപയോഗിക്കുന്ന വിനാഗിരി രാസപരമായി ഏത് ആസിഡാണ്? നേർപ്പിച്ച അസെറ്റിക് ആസിഡ്. അജിനോമോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്ന രാസവസ്തുവാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. കറിയുപ്പിൻ്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. ഇന്ദുപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രാസവസ്തു ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡ്. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്, ഇന്ദുപ്പിൻ്റെ രാസനാമം പൊട്ടാസ്യം ക്ലോറൈഡ്. എറിത്രോസിൻ, റൊഡാമിൻ ബി എന്നീ വർണ്ണവസ്തുക്കൾ ഏത് നിറം ലഭിക്കാനാണ് ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത്? ചുവപ്പ് നിറം. പാക്കറ്റ് മഞ്ഞൾപ്പൊടിയിൽ നല്ല മഞ്ഞ നിറം ലഭിക്കാനായിട്ട് മായമായി ചേർക്കുന്ന രാസവസ്തു മെറ്റാനിൻ യെല്ലോ. പഴവർഗ്ഗങ്ങൾ കൃത്യമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. പാറ്റ ഗുളികകളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് നാഫ്തലിൻ. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സിങ്ക് ഫോസ്ഫേറ്റ്. അപ്പക്കാരം ആയി ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം ബൈകാർബണേറ്റും. അലക്കുകാരം എന്താണ്? സോഡിയം കാർബണേറ്റും. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റും അലക്കുകാരം സോഡിയം കാർബണേറ്റുമാണ്. കുമ്മായം രാസപരമായി എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. സിമന്റ് നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ എന്താണ്? ചുണ്ണാമ്പ് കല്ലും കളിമണ്ണുമാണ് ആവശ്യമുള്ളത്. സിമന്റ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? ചുണ്ണാമ്പ് കല്ലും കളിമണ്ണും. സിമന്റ് സെറ്റിംഗ് ടൈം നിയന്ത്രിക്കാനായി സിമന്റ് ക്ലിങ്കറിൽ ചേർത്ത് പൊടിക്കുന്ന പദാർത്ഥമാണ് ജിപ്സം. സിമന്റിൻ്റെ സെറ്റിംഗ് ടൈം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം എന്താണ്? ജിപ്സം. ടാൽക്കം പൗഡറിലെ ടാൽക്ക് ഏത് വസ്തുവാണ്? ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. എൽ പി ജിയുടെ പൂർണ്ണരൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇതിലെ പ്രധാന ഘടകങ്ങളാണ് ബ്യൂട്ടൈനും പ്രൊപ്പൈനും. ജലത്തിൽ ഏത് വാതകം ലയിച്ചാണ് സോഡാ വാട്ടർ നിർമ്മിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ബ്ലീച്ചിങ് പൗഡർ രാസപരമായി ഏത് വസ്തുവാണ്? കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. തീപ്പട്ടിക്കൂടിൻ്റെ വശങ്ങളിൽ പുരട്ടുന്ന ഫോസ്ഫറസിൻ്റെ രൂപാന്തരം എന്താണ്? ചുവന്ന ഫോസ്ഫറസ്. താങ്ക് യു.